അയ്യ വണക്കം. ഒരു മിനിറ്റ്, ഒരു സാധനം കാണിച്ചു തരാം. ആ വിശ്വരൂപം കണ്ട് ചിരിക്കരുത്. ഞാൻ അന്നേ പറഞ്ഞാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി എന്ത് ചർച്ച നടത്തിയാലും ചർച്ച നടത്തിയില്ലെങ്കിലും ജയിക്കുന്നത് ആരാണ് തോക്കുന്നത് ആരാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അതിനോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എണ്ണം. പിന്നിക്കോട്ടെ. പോയി കിളി പോയി. ഇങ്ങനെ കിളി പോയ ഒരാളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് വസ്തുനിഷ്ഠമായ രീതിയിൽ കിളി പോകുന്ന ഒരാളെ. ഇനി വല്ല മരപ്പട്ടി ചിഹ്നത്തിലോ ഈനാമ്പേച്ചി ചിഹ്നത്തിലോ മത്സരിക്കേണ്ടി വരുമെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ എക്സിറ്റ് പോൾ വന്ന ശേഷം CPM-ന്റെ നില എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഞങ്ങളങ്ങ് ഇൻസാഫ് റാലി നടത്തി അങ്ങ് വെസ്റ്റ് ബംഗാളിൽ മുർഷിദാബാദിൽ അങ്ങ് മലമറിഞ്ഞു എന്ന് പറഞ്ഞ CPM-ന്റെ ഇൻസാഫ് റാലിയുടെ പൊടി പോലും അവിടെ കാണാനില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മുഴുവൻ സൂചിപ്പിക്കുന്നത്. അതേസമയം BJP-ക്ക് 21 മുതൽ 24 സീറ്റ് വരെ അവിടെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 15 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ വലിയ സംഭവമായിട്ട് കയറി നിന്നിട്ട് മമതാ ബാനർജിക്ക് 22 സീറ്റ് വളർത്തുന്നു കുറഞ്ഞ് 18 വരുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ BJP-ക്ക് 24 സീറ്റ് വെസ്റ്റ് ബംഗാളിൽ പോകുമെന്നാണ് പറയുന്നത്. മുർഷിദാബാദിൽ നമ്മുടെ ഉണ്ടായിടാ അവിടെ എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പൊങ്ങി വരും. നമ്മുടെ മുർഷിദാബാദ് എന്ന് പറഞ്ഞ് പൊങ്ങി വരുമ്പോൾ എക്സിറ്റ് പോൾ പറയാം ഉണ്ടായിടാ അവിടെ എന്ന് പറയുമ്പോൾ ഇവരങ്ങ് താഴ്ന്നിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ശേഷം വലിയേട്ടൻ്റെ CD 3 കൊച്ചേട്ടൻ്റെ CD 2 ഇങ്ങനെയുള്ള പല CDകൾ, പിന്നെ നമ്മുടെ കൈരളി പീപ്പിളിൽ എങ്ങനെ മത്തിക്കറി ഉണ്ടാക്കാം എന്നിങ്ങനെയുള്ള കുക്കറി ഷോയുടെ പഴയ വെർഷൻ ഇതൊക്കെ എടുത്തു വെച്ചോളാനാണ് അവിടെയുള്ള ചീഫ് എഡിറ്റർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായിട്ട് മാധ്യമ സിംഗമായിട്ടുള്ള സ്വരാജ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനി അന്ന് കണ്ടന്റിന് ഒരു കുറവും കാണില്ല എന്നും നമുക്ക് വിലയിരുത്താം. എന്തായാലും നമുക്ക് കുറച്ച് വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകളിലേക്ക് വരാം. CPM-ന് ദേശീയ പാർട്ടി പോകും. എങ്ങനെ പോകും? അതാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. ഈ മരപ്പട്ടി CPM-ന്റെ ചിഹ്നമാകും എന്നായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ് എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് AK ബാലൻ എന്ന് പറയുന്ന നമ്മുടെ CPM-ന്റെ സിംഗമായിട്ടുള്ള ബാലണ്ണൻ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്, ബാലയ്യല്ല, അത് മറ്റേ ലവൻ, ഇത് ബാലണ്ണൻ, ആരാധ്യനായ ബാലണ്ണൻ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത് CPM പാർട്ടി ദേശീയ പദവി നമ്മൾ നിലനിർത്തണം. ദേശീയ പദവി നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ നമ്മൾ വല്ല മരപ്പട്ടിയില ഈനാമ്പേച്ചിയിലൊക്കെ മത്സരിക്കേണ്ടി വരും. നീരാളി സൈക്കിളും ഒക്കെയാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ചിഹ്നമായിട്ട്, നമുക്ക് മരപ്പട്ടിയെങ്കിലും കിട്ടും എന്നാണ് ബാലണ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ഇന്നലെ വന്നത് കേട്ട ശേഷം നമ്മുടെ നാട്ടിലെ മരപ്പട്ടികൾ മുഴുവൻ പേടിച്ചിരിക്കുകയാണ്. വേറെ ആരെ ചിഹ്നമായാലും കുഴപ്പമില്ല, യോമാന്റെ ചിഹ്നമായി പോകും ഈശ്വര എന്നായിരിക്കും ചിലപ്പോൾ മരപ്പട്ടികൾ വിചാരിക്കുന്നത്. അത് നമുക്ക് അവിടെ വയ്ക്കാം. എന്താണ് ദേശീയ പാർട്ടിയാകാനുള്ള CPM-ന്റെ മാനദണ്ഡം എന്ന് നമുക്ക് നോക്കാം. CPM-ന് ദേശീയ പാർട്ടിയാവാൻ 11 MP-മാർ വേണം. ഈ 11 MP-മാർ ഉണ്ടെങ്കിലേ CPM-ന് ദേശീയ പാർട്ടിയാവാൻ പറ്റൂ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ 11 MP-മാരില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് CPM ദേശീയ പാർട്ടി ആയിരിക്കുന്നത് എന്ന് ചോദിക്കും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദാര്യം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിച്ച എന്ന് നമുക്ക് പറയാം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM-ന് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി നിങ്ങളുടെ ദേശീയ പാർട്ടി അത് തെളിയിച്ചിട്ട് വാ. അതുകൊണ്ട് ഇത് മരണ പോരാട്ടമാണ്, ജീവൻ മരണ പോരാട്ടം. ഈ ജീവൻ മരണ പോരാട്ടത്തിൽ CPM-ന് ജയിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, അതായത് 11 MP-മാർ നേടാനായിട്ട് സാധിച്ചില്ലെങ്കിൽ CPM-ന്റെ ആണ്ടം കീറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല, കീറിപ്പൊളിയും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി കണക്കിലെ കളികളിലോട്ട് വരാം. ഈ 11 MP-മാരിൽ CPM-ന് കേരളത്തിൽ നിന്ന് 12 MP-മാരെ കിട്ടും എന്നാണ് വസ്തുനിഷ്ഠമായി ഗോവിന്ദണ്ണം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോള് ഗോവിന്ദണ്ണനെ തൂത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില എക്സിറ്റ് പോളൊക്കെ 0 വരെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. കൈരളിക്കാരെ അവിടെ എന്നുള്ള രീതിയിലോട്ട് ആയിപ്പോയി എന്നുള്ളത് വേറൊരു കാര്യം. എക്സിറ്റ് പോളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ABP ന്യൂസ് ഈ വോട്ടർ സർവേ LDF-ന് 0 സീറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 1 സീറ്റും പറഞ്ഞിരിക്കുന്നില്ല. കഷ്ടമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇന്ത്യ ടുഡേ ഡൊമിനിക് സർവേ 4 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞ സർവേ ഉണ്ട്. നമ്മുടെ ഡോക്ടർ ബിമൽ കുമാർ, റിപ്പോർട്ടറിലെ അരുൺകുമാർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ സർവേ ആണ് എൻ്റെ കിടുക്കാച്ചി സർവേ, ഈ സർവേ ആണ് എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ സർവേ വന്നപ്പോൾ ദാണ്ട് അടങ്ങണം ഇന്ത്യക്ക് 401 സീറ്റ്. അതോടുകൂടി ആ സർവേയിലെ വിശ്വാസം അടുത്ത തവണ പോകുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഈ സർവേ, അതായത് അരുൺകുമാർ എന്നെ വിശ്വാസമുള്ള സർവേ ഇവിടെ പ്രവചിക്കുന്നത് CPM-ന് 1 സീറ്റാണ്. ഈ ഒരൊറ്റ സീറ്റ് മാത്രമേ പ്രവചിക്കുന്നുള്ളൂ. ഇനി ഇന്ത്യ TV CNX സർവേ 3 മുതൽ 5 വരെ പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ TV എന്നൊക്കെ പറഞ്ഞാൽ NDAക്ക് അങ്ങ് പടുപാണ്ട സീറ്റുകൾ പറയുന്നതാണ്. അവർ 3 സീറ്റ് പ്രവചിക്കുന്നുണ്ടെങ്കിൽ 1 സീറ്റും കിട്ടൂല എന്നുള്ളത് നമുക്ക് ഒന്ന് അനുമാനിക്കാവുന്ന കാര്യമാണ് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ജൻ കി ബാത്ത് 3 മുതൽ 5 വരെ സീറ്റ്, ന്യൂസ് 18 2 മുതൽ 5 വരെ സീറ്റ്, അംബാനിയുടെ ചാനലാണ്. ടൈംസ് നൗ 4 സീറ്റ്, ടുഡേസ് ചാണക്യ അത് 1 സീറ്റാണ് പ്രവചിക്കുന്നത്. അപ്പോൾ ഇതിൽ 0 സീറ്റ് പ്രവചിക്കുന്നത് ABP വോട്ടർ സർവേ മാത്രമാണ്. എന്തായിരുന്നാലും ഈ സർവേ ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ ഗോവിന്ദണ്ണൻ്റെ സ്വതസിദ്ധമായ ശൈലി അങ്ങോട്ട് പുറത്തെടുത്തിട്ട് ഒറ്റ വാക്കാണ്, സർവേ നടത്തുന്നവന്മാർക്ക് മൊത്തം നട്ട ഭ്രാന്താണ്
എന്നാണ് ഞാൻ പറഞ്ഞില്ല, അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. അണ്ണൻ പറഞ്ഞ ഈ സർവേ നടത്തുന്നവർക്കൊക്കെ മൊത്തം ഭ്രാന്താണ്. എന്ത് സർവേ നടത്തുന്നത്? 1 സീറ്റ് മുതൽ 3 സീറ്റ് വരെ BJP ഇവിടെ കിട്ടുമെന്നാണ് ഈ സർവേക്കാർ മൊത്തം പറയുന്നത്. ഇത് ഞാൻ അംഗീകരിക്കില്ല. അണ്ണ അംഗീകരിച്ചില്ലെങ്കിൽ അണ്ണ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ജനങ്ങളുടെ തീരുമാനം വരുന്നതിന് മാനസികമായിട്ടൊന്ന് പൊരുത്തപ്പെടാനുള്ള ആ സാഹചര്യം മാത്രം അണ്ണനൊന്ന് ഉണ്ടാക്കിയാൽ മതി. നരേന്ദ്രമോദിയെ പോലെ അണ്ണന് കന്യാകുമാരിയിലും കേദാർനാഥിലൊന്നും പോയി ധ്യാനത്തിലിരിക്കാൻ സാധിക്കില്ല. അതൊക്കെ പാർട്ടി പ്രത്യയശാസ്ത്രത്തിന് എതിരായതുകൊണ്ട് ഒരു പരിപ്പൂടെയും കട്ടൻ ചായയായിട്ട് അണ്ണൻ നേരെ വല്ല ത്രിപുരയിലോ ബംഗാളിലോട്ടോ വല്ല പൊട്ടിപ്പൊളിഞ്ഞ CPM അതൊക്കെ ഇപ്പോൾ പശുത്തൊഴുത്തായില്ലേ. എന്തായാലും അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതായിരിക്കും അണ്ണന് നല്ലത് എന്ന് വേറെ പല ആൾക്കാരും പറയുന്നുണ്ട്. അയ്യോ, ഞാൻ പറയുന്നതല്ല, വേറെ പല ആൾക്കാരും പറയുന്നതാണ്. അത് ഞാൻ അണ്ണനിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഗോവിന്ദണ്ണൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഗോവിന്ദണ്ണൻ്റെ കിളി മൊത്തം ഔട്ട് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 11 സീറ്റ്. ഈ 11 സീറ്റിൽ ഒരു 8 സീറ്റ് കേരളത്തിൽ നിന്ന്, ബംഗാളിലെ മുർഷിദാബാദ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുർഷിദാബാദിൽ നിന്ന് 1 സീറ്റ്, ഈ മുർഷിദാബാദിൽ നിന്ന് 1 സീറ്റ്, ഇവിടെ നിന്ന് ഒരു 8 സീറ്റ്, പിന്നെ നമ്മുടെ CPM-ന് ആകപ്പാടെ സീറ്റുള്ള ത്രിപുരയിലില്ല. കാരണം ത്രിപുരയിലുള്ള 2 സീറ്റ് BJPയും സഖ്യകക്ഷിയും കൂടെ ഇങ്ങനെ പകുത്തെടുക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് തമിഴ്നാടിൽ നമുക്ക് 2 സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ആ കൊണ്ടകാലനായിട്ടുള്ള അണ്ണാമലയെ കയറി കോയമ്പത്തൂർ വന്നത്. കോയമ്പത്തൂർ അണ്ണാമലയിൽ നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ DMK-യുടെ കയ്യും കാലും പിടിച്ചെങ്കിലും ഷൂ നക്കിയിട്ടെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, കോയമ്പത്തൂരിൽ നിന്ന് ജയിച്ചേനെ. പക്ഷെ അണ്ണാമല കോയമ്പത്തൂരിൽ നിന്നേ പിന്നെ ഈ CPM കാലിനെ പിടിച്ച് ഡിണ്ടിഗലിലോട്ട് തട്ടി. ഡിണ്ടിഗലിലോട്ട് പോയി ഇയാൾ എന്ത് ചെയ്യാനാണെന്ന് ഇയാൾക്ക് പോലും അറിയാതെ അവിടെ കിടന്ന് വട്ടം തിരിയുകയാണ്, ഡിണ്ടിഗലിൽ കിടന്ന് തെണ്ടി തിരിയുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പോലെ സീറ്റുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ പാർട്ടി ചിഹ്നവും പോയി, എല്ലാം പോയി. CPM ഇത്തവണ എന്ത് ചെയ്യുമെന്നാണ് അറിയാനായിട്ട് സാധിക്കാത്തത്. സംസ്ഥാന പാർട്ടി പദവി, നമ്മുടെ ഈ പാർട്ടിയുടെ ഈ ദേശീയ പദവി പറഞ്ഞുകൊണ്ട് സംസ്ഥാന പദവി കൂടെ പറഞ്ഞു പോകും. കാരണം ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ. സംസ്ഥാന പാർട്ടി പദവി ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ ആ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്ത് 6% വോട്ട് വേണം. CPM-ന് കേരളത്തിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട്, CPM-ന് ത്രിപുരയിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട്, പിന്നെ CPM-ന് തമിഴ്നാട്ടിലും സംസ്ഥാന പാർട്ടി പദവിയുണ്ട്. കാരണം അവിടെ ഇവർക്കൊരു MP ഉണ്ടല്ലോ. ആ MP-ക്ക് 6% കൂടുതൽ വോട്ടുള്ളതുകൊണ്ട് അവിടെ സംസ്ഥാന പാർട്ടി പദവിയുണ്ട്. പക്ഷേ ഇത്തവണ അണ്ണാമലയെ അതൊക്കെ ആടവടനം വലിച്ച് കീറുമെന്നാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. കാരണം അണ്ണാമലയെ പേടിച്ചാണല്ലോ അങ്ങോട്ട് ഓടിയത്. ഇനി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ജയിക്കണം. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ജയിച്ചില്ലെങ്കിൽ CPM-ന്റെ കാര്യം പരിതാപകരമാകും എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ, കാരണം സഹിക്കാൻ പറ്റുന്നില്ല. എക്സിറ്റ് പോൾ സർവേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. പിന്നെ യെച്ചൂരിക്ക് യാതൊരുവിധ വിഷമവും. യെച്ചൂരി വീട്ടിൽ പ്രേമലവും കണ്ട് പോപ്കോണും കുറച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ജീവിക്കുന്നെങ്കിൽ യെച്ചൂരിയെ പോലെ ജീവിക്കണം. കാരണം ഒരു പാർട്ടിയുടെ കേന്ദ്രത്തിൻ്റെ അധ്യക്ഷനാണ്. പക്ഷേ ടെൻഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അത്രയ്ക്ക് ഗംഭീര ക്യാപ്റ്റൻ കൂളാണ് പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. കാരണം ഒന്നും പേടിക്കാനില്ല. ത്രിപുരയിൽ കിട്ടില്ല, വെസ്റ്റ് ബംഗാളിൽ കിട്ടത്തേയില്ല, കേരളത്തിൽ പിന്നെ നോക്കേ വേണ്ട, പിണറായി വിജയൻ്റെ പറഞ്ഞ എന്ന് പറഞ്ഞ് പുള്ളി വളരെ കൂളായിട്ട് പോപ്കോണും കുറച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയാണ്, പ്രേമലവും കണ്ട് എന്നാണ് അറിയാനാണ് സാധിക്കുക. അതുകൊണ്ട് ജനിക്കുന്നെങ്കിൽ നമ്മൾ സീതാറാം യെച്ചൂരിയായിട്ട് തന്നെ ജനിക്കണം. അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരുവിധ ടെൻഷനുമില്ല. പക്ഷേ നമ്മുടെ ഗോവിന്ദണ്ണനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ അടിക്കാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ CPM-ന് എത്ര സീറ്റ് കിട്ടും? CPM-ന് 0 മുതൽ 5 സീറ്റ് വരെയാണ് പല ഭാഗത്തു നിന്നും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പല നിരീക്ഷകരും വന്ന് 12 സീറ്റ് വരെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് തള്ളുന്നുണ്ട്. ഏത് ലെവലിലാണ് കിട്ടുന്നതെന്ന് അറിയില്ല. കാരണം UDF-നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വലിയ രീതിയിൽ പ്രവചനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. UDF കേരളത്തിൽ തൂത്തുവാരും 17 സീറ്റ് വരെ നേടും. കേരളത്തിൽ NDA 1 മുതൽ 3 വരെ സീറ്റ്. പണ്ട് 0 മുതൽ 2 വരെയായിരുന്നു, ഇപ്പോൾ 1 മുതൽ 3 വരെ ആയിട്ടുണ്ട്. അതായത് ഒരു സീറ്റ് ഷുവർ ആണെന്നാണ് പല ഭാഗത്തും പറയുന്നത്. അത് ഏത് സീറ്റാണ്? ചിലപ്പോൾ തൃശ്ശൂർ ആയിരിക്കാം, ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് ഷുവർ ആണെന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നത്. പിന്നെ ഫലം വരുമ്പോൾ ഇതെല്ലാം മാറി മറിയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യമാണ്, അല്ലാതെ CPM-ന്റെ പാർട്ടി ഭരണമല്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.